അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കുളമേടിൻ്റെ അടിവാരത്തേക്കാണ്. അപ്പോൾ ഒരു ഉച്ചയോട് കൂടി മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കി പതിയെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തടിയമ്പാട് ചപ്പാത്താണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ തടിയമ്പാട് കഴിഞ്ഞ് മുളകുപള്ളിയും കഴിഞ്ഞാണ് കൊക്കരക്കുളം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെയാണ് നമ്മുടെ പാലക്കുളമേടിൻ്റെ അടിവാരം. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, വെള്ളം ഒഴുകി വരുന്നത് കാണാനൊക്കെ. അപ്പോൾ അതുപോലെ ഇനി നമ്മൾ കയറി ചെല്ലാൻ പോകുന്ന മുളകുപള്ളി എന്നൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ആ ഒരു ദൈവത്തിൻ്റെ രൂപമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ തടിയമ്പാട് നിന്ന് ഒരുപാട് മേലോട്ട് കയറി വരുമ്പോഴാണ് ഈ മുളകുപള്ളി എന്ന് പറയുന്ന സ്ഥലവും അതുപോലെ തന്നെ ഈ പള്ളിയൊക്കെ കാണപ്പെടുന്നത്. ഒരുപാട് ജനവാസമുള്ളൊരു മേഖല തന്നെയാണ് ഇവിടെ. അതുപോലെ പള്ളി മാത്രമല്ല, കുറച്ചുകൂടെ മേലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ഇന്ന് ഇടദിവസമായതുകൊണ്ട് പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. സാധാരണ ഞായറാഴ്ചയാണ് ഇവിടെ ഉള്ളത് പ്രാർത്ഥനയൊക്കെ. അതുപോലെ തന്നെ നല്ല കയറ്റമാണ്. എനിക്ക് തോന്നുന്നു മലയോര ഹൈവേയുടെ പദ്ധതിയിൽ പെടുത്തി പണിത റോഡാണെന്ന് തോന്നുന്നു. പൈനാവ് നിന്ന് തടിയമ്പാട് ഇപ്പോൾ അശോകവല വരെ ആണ് ഈ വഴിയുള്ളത്. ഏകദേശം 20 കിലോമീറ്റർ ഇതുപോലെ തന്നെ കയറ്റം ഇറക്കമുള്ള നല്ല പുതിയ മോഡൽ ടാറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഭയങ്കര കയറ്റം ഇറക്കവും അതുപോലെ നല്ല ഹെയർ പിന്ന് ബെൻഡുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈ കയറി ചെല്ലാൻ പോകുന്നത് നല്ല ഭയങ്കരമായൊരു വളവിലേക്കാണ്. ആ വളവ് തിരിഞ്ഞ് മേലോട്ട് കയറി ചെല്ലുമ്പോഴാണ് അമ്പലം കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞതിനേക്കാളും അതുപോലെ വീഡിയോ കാണുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര കയറ്റമാണ്. അപ്പോൾ ആരെങ്കിലും ഇതിലെ കാറും കൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ പരമാവധി കയറ്റത്ത് വണ്ടി നിന്ന് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നിന്ന് പോയാൽ തന്നെ എടുത്തു പോകാൻ ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മളിപ്പോൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാം അമ്പലത്തിൻ്റെ കാണിക്ക വഞ്ചിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കുറച്ചുകൂടെ മേലേക്ക് ചെല്ലുമ്പോൾ ആ മതിൽക്കെട്ടിനുള്ളിലാണ് അമ്പലം. അമ്പലത്തിലിപ്പോൾ പ്രത്യേകിച്ച് ആരാധനയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ സമയത്ത്. അതുപോലെ അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറുവശമല്ല, ഇതിന് ചുറ്റും തന്നെ മലകളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ തൊട്ടുതാഴെ ഒരു വീട് നമുക്ക് കാണാം. ഒന്നല്ല, ഒരുപാട് വീടുകളുണ്ട് ഇവിടെ. നമുക്കിങ്ങനെ കാട് അല്ലെങ്കിൽ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കാണാൻ സാധിക്കാത്തതാണ്. ഈ വഴിയെ പോകുമ്പോൾ നമുക്ക് 2 വശങ്ങളിലും വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ജനവാസമുള്ളൊരു മേഖല തന്നെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും കാടാണ്. പക്ഷേ അങ്ങനെ കാടെന്ന് പറയാൻ പറ്റില്ല, കാട് തന്നെയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ താമസിക്കുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇതാണ് അമ്പലം. അപ്പോൾ നമുക്ക് ഇത്തിരി ഇങ്ങോട്ട് പോകാനുണ്ട്. അതുപോലെ ഇനി മുന്നോട്ട് ചെല്ലുമ്പം നമ്മൾ കയറി വന്ന കയറ്റം തീരുകയാണ്. കയറ്റത്തിൻ്റെ ടോപ്പാണ് ഈ ഭാഗം. ഇത് കഴിഞ്ഞ് ഇനി ഇറക്കം തുടങ്ങുവാണ്. ആ ഇറക്കത്ത് 2 ഹെയർ പിൻ ബെൻഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതേ ആ കയറ്റം കയറി ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കം ഇറങ്ങി ചെല്ലുന്നിടത്താണ് ഞാൻ പറഞ്ഞ വളവും കാര്യങ്ങളൊക്കെ ഉള്ളു. അതുപോലെ വീടിൻ്റെ സൈഡിൽ കൂടെ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ പാലക്കുളമേടിൻ്റെ മുകൾ വശം ചെല്ലാമെന്ന് പറഞ്ഞു കേട്ടിട്ട് ഞാനതുവഴി പോയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹെയർ പിൻ ബെൻഡ് ഇത് തന്നെയാണ്. 1ാമത്തെ വളവ് തിരിഞ്ഞു, അടുത്തത് 2ാമത്തെ വളവാണ്. മഴക്കാലമായതുകൊണ്ട് ഭയങ്കര വെള്ളം ശക്തിയായിട്ട് ഒഴുകി വരുന്നുണ്ട്. നല്ല ഉറവെള്ളമാണ്, നല്ല ശുദ്ധമായ ജലമൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ആ വളവെല്ലാം തിരിഞ്ഞ് ഇറക്കം ഇറങ്ങുകയാണ്. ഈ ഇറക്കം ഇറങ്ങി കുറേ കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാണ് അടുത്ത കയറ്റം തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത കയറ്റം തുടങ്ങുമ്പോൾ നമുക്കിവിടെ ബോർഡ് കാണാം, പാലക്കുളമേടിൻ്റെ അടിഭാഗമാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന റോഡാണ്. അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടൊന്നുമില്ല, നല്ല പുതിയ ടാറിങ് തന്നെയാണ്. അപ്പോൾ ഇതാണ് പാലക്കുളമേടിൻ്റെ ഒരു സൈഡാണ്. വെള്ളം ഒഴുകുന്നത് കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ്. അത് നമുക്കിപ്പോൾ തന്നെ കാണാം. അപ്പോൾ മേലെ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ പാലക്കുളമേട് എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് കുറച്ചുകൂടെ വലതുവശത്തേക്ക് മാറിയാണ്. അവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടെ ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം പാലക്കുളമേട്. അതായത് ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം, ആ തെങ്ങിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആ മല ഇങ്ങനെ ദൂരത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് ഏരിയ ഉണ്ട്. അത്യാവശ്യം എല്ലായിടത്തും തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട്.
അതുപോലെ ഈ റോഡ് മേലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്ന് രണ്ട് ഹെയർ പിൻ ബെൻഡും കൂടി ഉണ്ട്. മഴയൊക്കെ മാറി വേനലായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഭംഗിയൊന്നും ഇവിടെ ഉണ്ടാവില്ല. അപ്പോഴേക്കും എല്ലാം ഉണങ്ങിക്കരിഞ്ഞാകെ നാശമായി പോയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മേലേക്ക് കയറി പോകണം. അപ്പോൾ നമുക്ക് ദൂരെ കാണാൻ പറ്റും പാലക്കുളമേട് ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മേലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നോക്കിയതാണ് അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമുക്ക് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ മേലേക്ക് കയറി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേ ദൂരേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം ഒഴുകി വരുന്നത്. ഇതിൻ്റെ മേലെ ഒരു ചെറിയ കുളം ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടം വരെ നമ്മളാരും പോയി ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ മഴക്കാലത്ത് ആ മേലെയുള്ള ഉറവ ഉള്ള കുളം നിറഞ്ഞിട്ടാണ് ഈ വെള്ളം ഒഴുകി വരുന്നതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ പോയിട്ടുണ്ട് മേലേക്ക്, പക്ഷേ ആ കുളം ഇരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. കണ്ട ദൂരെ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ വന്ന വഴിയാണ്. അപ്പോൾ 1 2 3 4 സ്ഥലത്തോടെ വെള്ളം ഇങ്ങനെ ഒരുപോലെ ഒഴുകി വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വെള്ളം ഒഴുകി വരുന്നത് നമ്മൾ ആ ദൂരെ കാണുന്ന അതാണ് മെയിൻ പാലക്കുളമേടെന്ന് അറിയപ്പെടാൻ കാരണമായിട്ടുള്ള ആ ഒരു ഉറവെള്ളം ഒഴുകി വരുന്ന സ്ഥലം. പിന്നെ മേലോട്ട് ഭയങ്കര മഞ്ഞാണ്. നമ്മൾ ഈ കാണുന്നതിനേക്കാളും ഒരല്പവും കൂടെ മലയ്ക്ക് ഹൈറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കയറി നിന്ന് നോക്കാനും അതുപോലെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഒരു സ്ഥലമൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ മലയുടെ ആ ഒരു ടോപ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ ഏറെക്കുറെ നമ്മളിതിൻ്റെ പകുതി ഭാഗത്തായാണ് എത്തിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പാലക്കുളമേടിൻ്റെ ടോപ്പ് ഭാഗം ഒരുപാട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലേ ഒന്ന് കയറാൻ പോവാണ്. മഴക്കാലമായിട്ട് മഴ പെയ്തിങ്ങനെ പായലൊക്കെ പിടിച്ചേർപ്പുണ്ട്. നല്ല വഴുക്കലുണ്ട്. അത്യാവശ്യം നന്നായിട്ട് ഇവിടെ തെന്നുന്നുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചൊക്കെ നടന്നില്ല തെന്നി വീഴും. കണ്ടോ, മലയുടെ ഏകദേശം പകുതി ഭാഗത്തോളം ഏകദേശം മഞ്ഞ് മൂടി കിടക്കുവാണ്. നമ്മൾ മേലേക്ക് വരുന്നതോറും നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാം. നമ്മുടെ പാലക്കുളം മേടിൻ്റെ പാതിയോളം ഭാഗം മഞ്ഞ് മൂടി കിടക്കുവാണ്. കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്തിരി വെയിൽ തെളിച്ചമൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭാഗത്തും പകുതി മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. നമ്മളീ കാണുന്ന ഒരു സൈഡ് മലയാണെങ്കിൽ പോലും ഇതിൻ്റെ ഇങ്ങേ സൈഡൊക്കെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ആൾ താമസമൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ. പൂർണ്ണമായിട്ടൊരു കാടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ താഴേക്ക് കാണുന്നത് ചെറിയ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ആ വഴിയാണ് നമ്മൾ വന്ന താഴെ ദൂരം നമുക്ക് റോഡ് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഈ പാലക്കുളം മേടിൻ്റെ അടിവാരത്തൂടെയാണ് ആ റോഡ് വരുന്നത്. രക്ഷയില്ലാത്ത മഞ്ഞാട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വൈകുന്തോറും അതുപോലെ മഞ്ഞ് കൂടുതലായിട്ട് ഇറങ്ങിയാണ് വരുന്നുണ്ട്. ഇപ്പോഴത്തെ മഞ്ഞ് ഓടി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞ് മാത്രമല്ല, അതുപോലെ നല്ല കാറ്റുമുണ്ട്. നല്ല കാറ്റെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കാറ്റ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കും മഞ്ഞിങ്ങനെ പറന്ന് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ സൂക്ഷിച്ചിവിടെ വരണം. കാരണം റോഡെന്ന് പറഞ്ഞാൽ നല്ല കയറ്റം ഇറക്കവും വളവുമൊക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നമ്മളെന്തായാലും പാലക്കാട് മഴേൻ്റെ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ച് മണിയാറൻകുടി വഴിയാണ് നമ്മൾ പോകുന്നത്. മണിയാറൻകുടി വഴി പോയി വാഴത്തോപ്പ് ചെന്ന് ചെറുതോണിൽ ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ആനയുടെ ഗോസ്ലോ ആനയുണ്ടെന്നാണ് ബോർഡ് വച്ചിരിക്കുന്നത്. ആന മാത്രമല്ല, നമ്മളിവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാലയിലൊക്കെ അട്ട കയറി കടിക്കും. അതുപോലെ അട്ടയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പണ്ട് പഴയ കാലത്ത് കാരണന്മാരൊക്കെ തൊടുപുഴയ്ക്ക് നടന്നു പോയിക്കൊണ്ടിരുന്ന ഇതിലെയല്ല കുറച്ചങ്ങ് ഇറങ്ങി ചെല്ലുമ്പോൾ വലതേക്ക് പോയി കഴിഞ്ഞാൽ ഉടുമ്പന്നൂർ വഴി നമുക്ക് തൊടുപുഴയ്ക്ക് പോകാം. ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററൊക്കെ ഉള്ളൂ തൊടുപുഴ വരെ ചെല്ലുന്നതിന്. ഇപ്പോഴാണെങ്കിലും ജീപ്പ് പോകുന്ന വഴിയാണ്. അതുപോലെ കാറ് ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊന്നും പോകില്ല. 4 വീൽ ഡ്രൈവ് ജീപ്പ് മാത്രമാണ് അതിലെ കടന്നു പോകത്തുള്ളൂ.
പിന്നെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തക്കതായ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതിലെ കടത്തി വിടത്തുള്ളൂ. പണ്ട് ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടി ജീപ്പിന് അതിലേ പോയിട്ടുണ്ട്. അന്നൊക്കെ കടത്തി വിടുമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഉടുമ്പന്നൂർ 20 കിലോമീറ്റർ. ഉടുമ്പന്നൂർക്ക് 20 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ കുറച്ചേ ഉള്ളൂ തൊടുപുഴയ്ക്ക്. അപ്പോൾ നമ്മൾ പാലക്കുടമേടിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. വാഴത്തോപ്പ് വഴിയാണ് പോകുന്നത്. ഈ വഴി നേരെ ചെല്ലുന്ന വാഴത്തോപ്പിലേക്കാണ്. വാഴത്തോപ്പ് നിന്ന് നമുക്ക് ചെറുതോണിക്കോ തടിയമ്പാട്ടേക്കോ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ തടിയമ്പാട് നിന്ന് മുളകുപള്ളി ചെന്ന് അവിടുന്ന് കൊക്കരക്കുളം ചെന്ന് അവിടുന്ന് മണിയാറൻകുടി വന്ന് വാഴത്തോപ്പ് കൂടിയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റും കാണുന്ന ഒരുപാട് വലിയ മലകൾക്കിടയിലൂടെയുള്ളൊരു ചെറിയൊരു യാത്രയായിരുന്നു ഇത്. അതുപോലെ വാഴത്തോപ്പിലേക്ക് നമ്മളൊരു ചെറിയ ഷോർട്ട് കട്ട് ചാടി പോവാണ്. അപ്പോൾ ഞാൻ പഠിച്ച LP സ്കൂളിൻ്റെ ബാക്ക് വശത്തോടുള്ള റോഡാണിത്. തീരെ ചെറിയ വഴിയാണ്. പഴയ ടാറിങ്ങൊക്കെയാണ്. പണ്ടിത് ടാറിങ്ങൊന്നും ഇല്ലായിരുന്നു, മണ്ണ് വഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.